ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ F-35 കുറിച്ചാണ്. F-35, remember, is still stuck at the Kerala airport. A British fighter jet stuck in India. അതായത് ഇപ്പോൾ അത് പൊളിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് UK എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാനും ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ ജൂൺ 14 തീയതിയാണ് അതായത് ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് അപ്പോഴും ഇവർ പറഞ്ഞില്ല. അതായത് അപ്പോൾ ഇവർ പറഞ്ഞ ഇതിൽ ഫ്യൂൽ ഇല്ലാത്ത കാരണമാണ് വന്നിറങ്ങിയത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അതായത് 1-2 ദിവസം കൊണ്ട് മാക്സിമം ഒരു 3 ദിവസം കൊണ്ട് ഫ്യൂൽ റീഫിൽ ചെയ്ത് പോകുമായിരിക്കുന്നത്. ഇത് അങ്ങനെ പോയി ഇപ്പോൾ 12ാമത്തെ ദിവസം എത്തി. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അമേരിക്കയ്ക്കും UKയ്ക്കും തല പൊന്തിച്ച് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ റീസെൻ്റായി നമുക്ക് നോക്കാം ഇറാൻ-ഇസ്രായേൽ വാർ. ഇതിൽ ഈ ഒരു F-35 ഉപയോഗിച്ചുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ ഇറാൻ്റെ ഉള്ളിൽ പോയി തന്നെ അറ്റാക്ക് ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ വലിയ രീതിയിൽ അവർ ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ട്? ഈ F-35 കുറിച്ച് കൂടുതലായിട്ടും ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിയും. കാരണം ഒരു സ്ക്രാപ്പ് ഇന്ത്യയിൽ വന്ന് കിടക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ല ഓണം അറിയാം. അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിപൂർവ്വം അതിനെ ഒന്ന് മാറ്റി നിർത്തി മറ്റ് അവരുടെ അഡ്വാൻസ് ഫൈറ്റർ ജെറ്റ്സിനെയും B-2 ബോംബറിനെയും എല്ലാമാണ് അവർ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ ഒരു 12 ദിവസം കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂൺ 14 ഇന്ത്യൻ എയർഫോഴ്സും അതുപോലെ തന്നെ ഇന്ത്യൻ നേവി എല്ലാം ചേർന്നുകൊണ്ട് UK നേവിയുമായിട്ട് നടത്തിയ ആ ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന അവരുടെ അഡ്വാൻസ് എയർക്രാഫ്റ്റിൽ നിന്ന് ഈ ഒരു സ്റ്റെൽത്ത് F-35 ഫൈറ്റർ ജെറ്റ്സ് പറന്നുയരുകയും അതിനുശേഷം അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതായത് ഇന്ത്യൻ റേഡാർ സിസ്റ്റം ഇതിനെ ഡിറ്റക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നത് ലോകത്തുള്ള ഒരു റേഡാർ സിസ്റ്റത്തിനും ഇതിനെ 1% പോലും ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പല എക്സ്പേർട്സും പറയുന്നത് അത് ഇതിൻ്റെ സ്റ്റെൽത്ത് മോഡ് ഓൺ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത്. എന്നാലും പ്രത്യേകത എന്താ വെച്ചാൽ ഈ ജെറ്റ് ഓടിച്ച ആളോ അല്ലെങ്കിൽ ഈ ജെറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന അതായത് മറ്റ് ടീമോ ആരും തന്നെ പറഞ്ഞില്ല ഈ സ്റ്റെൽത്ത് മോഡ് ഓൺ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എന്നാലും അതായത് UKയിലും അമേരിക്കയിലുമുള്ള ഈ എക്സ്പേർട്ട് എല്ലാം പറയുന്നത് ഇത് ഓൺ അല്ലാത്ത കാരണമാണ് ഇന്ത്യക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇത് വലിയൊരു സംഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഹൈപ്പിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇറങ്ങി അങ്ങനെ 1-2 ദിവസം അതായത് ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു 3 ദിവസം അതായത് പേഷ്യൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒരു 10 ദിവസം എങ്ങനെ ഉണ്ടാവുമല്ലോ. ഗവൺമെന്റ് അങ്ങനെ നിന്നുകൊണ്ട് ജൂൺ 20 ആയപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു പ്രൊപ്പോസൽ കൊടുത്തു. അതായത് കേരളത്തിൽ മഴയും കൂടിയാണ്, അപ്പോൾ ഈ മഴയും കൂടെ അടിച്ച് ഇതിന് തുരുമ്പും കൂടെ പിടിക്കണ്ട, നിങ്ങൾ ഹാഗറിലോട്ട് മാറ്റിക്കോ എന്ന് പറഞ്ഞു. അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അതായത് ഈ വിമാനങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തോട്ട് മാറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ UKയ്ക്ക് അത് മടി. UK പറയുന്നത് അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു സർവൈലൻസ് ക്യാമറയോ അല്ലെങ്കിൽ CCTV വെച്ച് ഇത് റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഈ ടെക്നോളജി മൊത്തം കോപ്പി ചെയ്താലോ, അതുകൊണ്ട് തന്നെ അവർ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് എന്നാൽ ശരി വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരും വിട്ടു. അപ്പോൾ ഇത് ഇപ്പോൾ ഈ മഴയത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് വീണ്ടും ഒരു അഡ്വാൻസ് ഓഫറും കൂടെ അവർക്ക് കൊടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ടെന്റ് ഉണ്ടാക്കി തരാം. അപ്പോൾ അതിൽ ക്യാമറയൊന്നും ഉണ്ടാവില്ലല്ലോ, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയല്ല ആ ടെന്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അതും പറ്റില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ അതായത് ഇന്ത്യയും UKയും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു റിലേഷൻ ആയതുകൊണ്ട് തന്നെ അതായത് ഇന്ത്യ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ജവാനെയും കൂടെ അതിൻ്റെ അടുത്ത് സെക്യൂരിറ്റി ആയിരുത്തി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അതായത് ഇത് മര്യാദയ്ക്ക് ആ ഷെഡിൻ്റെ ഉള്ളിൽ കയറ്റി കഴിഞ്ഞാൽ ആ പാവം പട്ടാളക്കാരനെങ്കിലും അവിടെ പോയി സുഖമായി കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു വെതർ കണ്ടീഷനിൽ ഒരു തോക്കും പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇന്ത്യൻ എയർഫോഴ്സ് അവസാനം പറഞ്ഞു, അതായത് ആദ്യം ഒരു 3 അംഗ ടീം വന്നു. അതായത് ആദ്യം ഒരു ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസ് ഓഫ് വെയിൽസിൽ തന്നെ ഒരു ടീം പെട്ടെന്ന് വന്നുകൊണ്ട് ഇതിനെ റിപ്പയർ ചെയ്യാൻ നോക്കി. അവർക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് 3 എക്സ്പേർട്ട് ടീമിനെ ഇവിടെ കൊണ്ടുവന്നു. അതായത് 3 പേരുള്ള ഒരു എക്സ്പേർട്ട് ടീമിനെ. അവർ വന്നിട്ടും അവർക്ക് ഒരു തരത്തിലും ഇതിന് എന്താ പ്രശ്നമെന്ന് അറിയില്ല. അതായത് ഹൈഡ്രോളിക് പ്രഷറാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്താന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനോ അത് നന്നാക്കാനോ പറ്റിയില്ല. അങ്ങനെ അവസാനം ഇന്ത്യ പറഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, അതായത് ഇത് ഇവിടെ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് വേണമെന്ന്. അതായത് പാർക്കിംഗ് ഫീസ് എത്രയാന്ന് പറഞ്ഞില്ല, പക്ഷെ പാർക്കിംഗ് ഫീസ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇതുവരെ ഷെഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ ഇനി പാർക്കിംഗ് ഫീസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പാർക്കിംഗ് ഫീസ് അടക്കം അതിൽ നിന്ന് ഈടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് UKയും അതുപോലെ തന്നെ അമേരിക്കയും, അതായത് അമേരിക്കയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നാണക്കേട്. ഇപ്പോൾ 40 പേരടങ്ങിയ എഞ്ചിനീയേഴ്സ്, അഡ്വാൻസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന അതായത് അതായത് വിമാനം ഉണ്ടാക്കിയ ആ കമ്പനിയിലുള്ള എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ UKയിലുള്ള എക്സ്പെർട്ട് എഞ്ചിനീയേഴ്സും അമേരിക്കയിലുള്ള എക്സ്പെർട്ട് എഞ്ചിനീയേഴ്സ് അടക്കം ഉള്ള 40 എഞ്ചിനീയേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇവരിത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. ഈ 40 എഞ്ചിനീയേഴ്സിനെ കൊണ്ടും ഇതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അതായത് ഇതിനെ അങ്ങോട്ട് അനക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ UK ചെയ്യുന്ന അടുത്ത പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഇതിനെ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഈ വിമാനത്തിന് അങ്ങനെ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ പല പാർട്ടികളും അതായത് ഡിസ്മാൻഡിൽ ചെയ്യണം. അതായത് ഇതിന്റെ വിങ്സ് എല്ലാം തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രി എങ്ങനെ എടുത്തുകൊണ്ട് പോകുക, അതുപോലെ തന്നെ ഇതിനെ പിരിച്ച് ഓരോ പാർട്സ് ആയിക്കൊണ്ട് എടുത്തുകൊണ്ട് പോയി വീണ്ടും ഇത് അവിടെ കൊണ്ടുപോയി റിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ UK സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത്. ഇപ്പോൾ ഇതിൽ അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അഡ്വാൻസ് ഫൈറ്റർ ജെറ്റ്സ് ആണ് ഇന്ത്യക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുപോലെ തന്നെ ഇത് റേഡർ സിസ്റ്റത്തിലൊന്നും കുടുങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇത് എന്ത് പറയണം എന്നറിയില്ല. അതുമാത്രമല്ല ഇന്ത്യ ഇത് കൃത്യമായി തന്നെ പരിശോധിക്കും. കാരണം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം വരിക, ഇതേപോലെ ഒരു 10 ഫ്ലൈറ്റ് നമ്മൾ വാങ്ങി 10നും ഇതേപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യുദ്ധം തീർന്ന് അതെല്ലാം തന്നെ എഗ്രിമെന്റും സൈൻ ചെയ്ത് കഴിഞ്ഞാലും ഇത് റിപ്പയർ ചെയ്ത് തീരില്ല. അപ്പോൾ യുദ്ധം തുറക്കാൻ വേറെ വഴിയുണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു മാർക്കറ്റിന്റെ വാല്യൂ ഒന്ന് താഴോട്ട് പോകാൻ ചാൻസസ് കൂടുതലാണ്. ഇത് തന്നെയാണ് ഇലോൺ മസ്ക് ആ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അത് F-35 അത്രമാത്രം വലിയ സംഭവമൊന്നുമല്ല, അതിന് വെറുതെ പൈസ ചെലവാക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അത് വീണ്ടും പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മാത്രമല്ല ഇനി അടുത്ത എല്ലാ രാജ്യങ്ങളും ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഒന്നും കൂടെ വിശദമായി പഠിച്ചതിന് മാത്രമോ ഇത് വേണോ വേണ്ടേന്ന് തീരുമാനിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു.